നമസ്കാരം, ഗുഡ് മോർണിംഗ്. വാർത്തകൾ സംഭവിക്കുന്ന മണിക്കൂറിലേക്ക് നമ്മൾ കടക്കുകയാണ്. 24 ബ്രേക്കിംഗ് ആരംഭിക്കുകയാണ്. ഒട്ടേറെ പ്രധാനപ്പെട്ട വാർത്തകൾ വരാനിരിക്കുന്ന മണിക്കൂറുകളാണ്. ആദ്യ വാർത്ത, DFO ഓഫീസ് ആക്രമണ കേസിൽ ജയിൽ മോചിതനായതിന് പിന്നാലെ UDF പ്രവേശ ചർച്ചകൾ സജീവമാക്കി PV അൻവർ MLA. ഇന്നുച്ചയ്ക്ക് പാണക്കാട്ടെത്തി മുസ്ലിം ലീഗ് സംസ്ഥാന അധ്യക്ഷൻ സാദിഖ് അലി ശിഹാബ് തങ്ങളുമായി കൂടിക്കാഴ്ച നടത്തും. UDF നേതാക്കളെയും കാണും. പ്രതിപക്ഷ നേതാവ് VD സതീശനുമായുള്ള പ്രശ്നങ്ങൾ അവസാനിച്ചുവെന്നും തന്റെ സാന്നിധ്യം UDF തീരുമാനിക്കട്ടെ എന്നും PV അൻവർ പറഞ്ഞു. രാഷ്ട്രീയത്തിലെ അഭിപ്രായങ്ങളും നിലപാടുകളും അത് ഇരുമ്പൊലൊക്കെ പോലെ എങ്ങനെ നിൽക്കില്ല. പൊതുസമൂഹം ഒന്നടങ്കം ഒരു വിഷയത്തെ നേരിടുമ്പോൾ, പ്രതിസന്ധിയെ നേരിടുമ്പോൾ ഞാൻ പണ്ടത് പറഞ്ഞല്ലോ എന്ന് പറഞ്ഞിട്ട് ആ വടിയും പിടിച്ചല്ല നിൽക്കേണ്ടത്. അത്തരത്തിലുള്ള ആളുകളെ കൂടി ഒരുമിച്ച് അല്ലെങ്കിൽ അവരുടെ കൂടെ ചേർന്നിട്ട് ഈ സാമൂഹ്യ തിന്മയ്ക്കെതിരെ പോരാടുക എന്നതാണ് ഒരു പൊതുപ്രവർത്തകൻ്റെ ഉത്തരവാദിത്തം. അത് UDF ആണ് തീരുമാനിക്കേണ്ടത്. ഞാൻ എന്തായാലും UDF-നോട് ഈ പറഞ്ഞ ഈ വിഷയങ്ങൾ ഏറ്റെടുത്ത് UDF-ന്റെ പിന്നിൽ നിൽക്കാൻ ഞാൻ തീരുമാനിച്ചത്. എന്നെ എടുക്കണോ വേണ്ടേ എന്നുള്ളത് അവർ തീരുമാനിച്ചോട്ടെ. എന്നെ ആലോചിച്ചിട്ട് ഈ വിഷയങ്ങൾ ഏറ്റെടുക്കാതിരിക്കണ്ട. അത് UDF ലീഡർഷിപ്പാണ്. എൻ്റെ സാഹചര്യം, എൻ്റെ സാന്നിധ്യം, എൻ്റെ ഇടപെടൽ UDF-ന് ആവശ്യമുണ്ടോ എന്ന് തീരുമാനിക്കേണ്ട UDF ആണ്. വന്യജീവി ആക്രമണത്തിൽ വനംവകുപ്പിനെയും മന്ത്രി AK ശശീന്ദ്രനെയും PV അൻവർ കടന്നാക്രമിച്ചു. വന നിയമ ഭേദഗതി തടയേണ്ട സർക്കാർ ഒന്നും ചെയ്യുന്നില്ല എന്നാണ് വിമർശനം. NCPയുടെ ഭാഗമായിട്ട് വന്നൊരു മന്ത്രിയെ NCPയുടെ പ്രസിഡന്റാണ് മാറ്റാൻ പറഞ്ഞത്. മാറ്റാത്തതിന് കാരണം എന്താ പറയുക? നമുക്ക് മാറ്റിയാൽ ഈ ബില്ല് ഒപ്പിടേണ്ടത് തോമസ് K തോമസ് എന്ന് പറയുന്ന ക്രൈസ്തവ സമുദായത്തിൽപ്പെട്ട MLA ആയിട്ടുള്ള തോമസ് K തോമസാണ്. വളരെ ഡേഞ്ചറസ് ആയിട്ടുള്ള ഒരു ബില്ലാണ് വരാൻ പോകുന്നത്. കാരണം ഫോറസ്റ്റ് ഉദ്യോഗസ്ഥന്മാർക്ക് ഇന്നുണ്ടായിരുന്ന അധികാരത്തിൻ്റെ 10 ഇരട്ടി അമിതാധികാരം കൊടുക്കുന്ന ഒരു നിയമവ്യവസ്ഥയാണ് വരാനിരിക്കുന്ന കേരളം കാത്തിരിക്കുന്നത്. ഫോറസ്റ്റ് ഉദ്യോഗസ്ഥന്മാർ യഥാർത്ഥത്തിൽ പരിപൂർണമായിട്ടും സാമൂഹ്യ വിരുദ്ധരായി ഗുണ്ടകളായി മാറും ഈ നിയമം വന്നാൽ. കേരള കോൺഗ്രസിൻ്റെ അതിൻ്റെ റോഷി അഗസ്റ്റിൻ ഉണ്ടല്ലോ, മലയോര കർഷകരുടെ രക്ഷകൻ. എന്തേ റോഷി പ്രതികരിക്കാതിരുന്നത്? അവിടെ ഇരുന്ന് കൊണ്ട് അത് ഒപ്പിട്ട് കരടിന് അനുമതി നൽകി മന്ത്രിസഭാ യോഗം. ഞങ്ങളുടെ പ്രതിനിധികൾ വിപിൻ C വിജയൻ മലപ്പുറത്ത് നിന്നും R ശ്രീജിത്ത് തിരുവനന്തപുരത്ത് നിന്നും തത്സമയ വിവരങ്ങളുമായുണ്ട്. ആദ്യം വിപിൻ C വിജയനിലേക്കാണ്. വിപിൻ, ഇപ്പോൾ PV അൻവറിന്റെ വിമർശനം ഏറ്റവും പ്രധാനമായി വരുന്നത് വനനിയമ ഭേദഗതി, ഒപ്പം തന്നെ വന്യജീവി ആക്രമണം, ഈ രണ്ട് വിഷയത്തിലുള്ള വിമർശനമാണ് നിലവിൽ അദ്ദേഹം കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ഉന്നയിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ രണ്ട് കാര്യത്തിലും UDF സർക്കാരിനെ അതിരൂക്ഷമായി വിമർശിക്കുന്നുണ്ട് എന്നും നമുക്കറിയാം. അപ്പോൾ ഇത് ഒരു വലിയ രാഷ്ട്രീയ വിഷയമായി ഏറ്റെടുത്തുകൊണ്ട് അദ്ദേഹത്തിന്റെ രാഷ്ട്രീയത്തിലുള്ള മുൻപോട്ട് പോക്കിനെ കൂടി സഹായിക്കുന്ന തരത്തിലേക്ക് അങ്ങനെയാണോ അദ്ദേഹത്തിന്റെ പോക്ക്? ഇന്ന് അദ്ദേഹം ഉയർത്തിയ പ്രധാനപ്പെട്ട വിമർശനങ്ങൾ എന്തൊക്കെയാണ്? അനുജ, ഈ വന നിയമ ഭേദഗതി ബില്ലുമായി ബന്ധപ്പെട്ടിട്ട് അതിൽ ഏറ്റവും കൂടുതൽ അത് ഏറ്റുപിടിക്കുകയാണ് ഇപ്പോൾ PV അൻവർ ചെയ്യുന്നത്. അപ്പോൾ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമുള്ളത് ഇത് ആദിവാസികളെ ബാധിക്കുന്നു, ദളിത് ആളുകളെ ബാധിക്കുന്നു. ഈ ഒരു വിഷയമാണ് UDF ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ടത് എന്നുള്ളത് പറഞ്ഞു വെക്കുകയാണ് PV അൻവർ. ഈ കാര്യത്തിലാണ് ഇനി ഒരു ശ്രദ്ധ വേണ്ടത്. അതിൽ വേണ്ടത്ര ഒരു ശ്രദ്ധ ഒരു ആളും ചെയ്യുന്നില്ല. താൻ ഒരു ഒറ്റയാൾ പോരാട്ടമാണ് ഇതുവരെ നടത്തിയത്. അത് UDF-നൊപ്പം ചേർന്ന് പ്രവർത്തിക്കാൻ താൻ തയ്യാറാണ്. ഇനി ഒരു ഒറ്റയാൾ പോരാട്ടമല്ല വേണ്ട, കൂട്ടായിട്ടുള്ളൊരു കാര്യമാണ് വേണ്ടത്. ഒപ്പം തന്നെ ഈ കാടിൻ്റെ വിസ്തൃതി കൂടിക്കൊണ്ടിരിക്കുകയാണ്. കാട് നാട്ടിലേക്ക് വരുന്ന ഒരവസ്ഥയിലേക്ക് മാറുകയാണ്. ഇത് വനം വകുപ്പ് ഓരോ പ്രദേശങ്ങളായി അവർ ഏറ്റെടുത്തുകൊണ്ടിരിക്കുകയാണ്. മറ്റു വകുപ്പുകളുടെ സ്ഥലം കൂടി ഏറ്റെടുത്തുകൊണ്ടിരിക്കുകയാണ്. ഇതിന് പിന്നിലൊക്കെ ഒരു ഗൂഢാലോചനയുണ്ട്. ഒരു പക്ഷേ ഇന്റർനാഷണൽ ഗൂഢാലോചന എന്ന് പറയാവുന്ന തരത്തിലേക്ക് തന്നെയാണ്. അപ്പോൾ ഇതിനൊക്കെ ശശീന്ദ്രൻ്റെ ഒരു വലിയ പിന്തുണ ആ കാര്യങ്ങളിലൊക്കെ ഉണ്ട്. AK ശശീന്ദ്രൻ കേരളത്തിന് വേണ്ടി ഒരു സംഭാവനയും ചെയ്തിട്ടില്ല. ഒപ്പം തന്നെ ഈ വന നിയമ ഭേദഗതി ബില്ലിനെ ആരും തന്നെ എതിർക്കുന്നില്ല. അതേക്കുറിച്ച് പഠിക്കുമ്പോൾ കൂടുതൽ വളരെ ഗുരുതരമായിട്ടുള്ള കാര്യങ്ങളാണ് വരുന്നത്. ഒഫീഷ്യൽ ഗുണ്ടകളായി ഇവിടുത്തെ വനംവകുപ്പ് ഉദ്യോഗസ്ഥർ മാറുന്ന കാഴ്ച ഇനി കാണേണ്ടി വരും തുടങ്ങിയിട്ടുള്ള ആരോപണങ്ങളാണ് ഇന്ന് പ്രധാനമായും അദ്ദേഹം അതുമായി ബന്ധപ്പെട്ട് ഉന്നയിച്ചത്. ഒപ്പം തന്നെ ഉപാധികളില്ലാത്ത പിന്തുണ UDF-ന് അദ്ദേഹം നൽകുകയും ചെയ്യുന്നുണ്ട്. കാരണം PV അൻവർ ജയിലിൽ കിടക്കട്ടെ എന്നുള്ളത് UDF നേതാക്കൾ കരുതിയില്ല. തനിക്ക് അതിനുള്ളൊരു നന്ദിയുണ്ട്. ആ നന്ദി താൻ ഒരിക്കലും കാണിക്കുകയില്ല. അതുകൊണ്ട് തന്നെയാണ് ഇവരെയൊക്കെ വീട്ടിൽ അവിടെ പോയി കാണാൻ തയ്യാറാകുന്നത്. ഇന്ന് 1 മണിയോട് കൂടിയാണ് ആദ്യം UDF നേതാക്കളെ കാണുന്നതിൽ പാണക്കാട് വീട്ടിലേക്ക് എത്തുന്നത്. അവിടെ വെച്ച് സാദിഖ് അലി ശിഹാബ് തങ്ങളും ഒപ്പം തന്നെ PK കുഞ്ഞാലിക്കുട്ടിയുമായുള്ള ഒരു കൂടിക്കാഴ്ച നടത്തും. ഈ കൂടിക്കാഴ്ചയിലും ഇപ്പോൾ ഈ പറഞ്ഞതുപോലെ തന്നെ ഈ മലയോര മേഖലയുടെ ഒരു പ്രശ്നം, വന്യമൃഗശല്യം അടക്കമുള്ളവ ലീഗ് ഏറ്റെടുക്കണമെന്നൊരു ആവശ്യം കൂടി അദ്ദേഹം അത്തരം ഒരു കാര്യം കൂടിയാണ് ഇന്ന് ആദ്യഘട്ടത്തിൽ ഉന്നയിക്കുന്നത്. മറ്റ് ഇപ്പോൾ ശ്രീജിത്ത്, ഇപ്പോൾ ഈ രണ്ട് പ്രധാനപ്പെട്ട വിഷയങ്ങൾ, ഈ വിഷയത്തിൽ അൻവർ പറയുന്ന കാര്യങ്ങളെ തള്ളിക്കളയാൻ എന്തായാലും UDF-ന് കഴിയുകയില്ല.
ഇപ്പോൾ ഇദ്ദേഹം പറയുന്നത് വി.ഡി. സതീശന് തന്നോടുള്ള എതിർപ്പൊക്കെ മാറിയിട്ടുണ്ട് എന്നതാണ്. ഇന്ന് അതിന് തുടക്കമിടുകയാണ് UDF പ്രവേശത്തിന്. അൻവറിന്റെ നിലപാട് വളരെ കൃത്യമാണ്. UDFിലേക്ക് അദ്ദേഹം പോകാൻ ഒരുക്കമാണ്. ഇനി തീരുമാനിക്കേണ്ടത് അവരാണ് എന്ന് പറയുമ്പോൾ കോൺഗ്രസിന്റെ ഈ വിഷയത്തിലെ നിലപാട് എന്താണ്, പ്രത്യേകിച്ച് വി.ഡി. സതീശന്റെ ഉൾപ്പെടെയുള്ള നേതാക്കളുടെ? അനുജ, CPM കൂടാരത്തിൽ നിന്നിറങ്ങി സ്വന്തമായി ഒരു രാഷ്ട്രീയ മൂവ്മെന്റ് രൂപീകരിച്ച ആളാണ് PV അൻവർ. PV അൻവർ എന്ന രണ്ട് മുന്നണികളിലും കയറാൻ കഴിയാതെ ഒരു രാഷ്ട്രീയ അനാഥത്വം അനുഭവിക്കുകയായിരുന്നു. അതിനൊരു മാറ്റം വരുത്തുന്ന ഒരു ഇടപെടലാണ് ഈ വന വകുപ്പ് ഓഫീസ് അടിച്ചു തകർത്തുമായി ബന്ധപ്പെട്ടുള്ള അറസ്റ്റ്. അതോടുകൂടി UDFന്റെ PV അൻവറിനോടുള്ള മനോഭാവം മാറി, കോൺഗ്രസിന്റെയും മനോഭാവം മാറി. അതിന്റെ തെളിവാണ് ഇന്നലെ V.D. സതീശൻ നടത്തിയ പ്രതികരണം. അതായത് ഈ UDF പ്രവേശനവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഇനി ചർച്ച ചെയ്യേണ്ടിയിരിക്കുന്നു. അടുത്ത UDF യോഗം ചർച്ച ചെയ്യുമെന്ന കാര്യം ലീഗ് നേതാവും പ്രതിപക്ഷ ഉപനേതാവുമായ PK കുഞ്ഞാലിക്കുട്ടിയും വ്യക്തമാക്കി. ഇക്കാര്യത്തിൽ ലീഗ് നേരത്തെ തന്നെ PV അൻവറുമായി അനൗപചാരികമായ ആശയവിനിമയങ്ങൾ, ചർച്ചകൾ നടത്തിയിരുന്നു. ലീഗിൽ തന്നെ PV അൻവറിനെ UDFിലേക്ക് കൊണ്ടുവരുന്ന കാര്യത്തിൽ അഭിപ്രായ ഭിന്നത ഉണ്ടായിരുന്നു. പ്രത്യേകിച്ചും നിലമ്പൂർ മേഖലയിൽ നിന്നുള്ള നേതാക്കന്മാർക്ക് അൻവറിനോട് എതിർപ്പുണ്ടായിരുന്നു. അതാണ് ലീഗ് ഇക്കാര്യത്തിൽ പരസ്യമായ നിലപാടെടുക്കുകയോ ഒരു പരസ്യമായ മുൻകൈ എടുക്കുകയോ ചെയ്യാതിരുന്നതിന് കാരണം. ഒപ്പം തന്നെ പ്രതിപക്ഷ നേതാവ് V.D. സതീശൻ അടക്കം V.D. സതീശനെതിരെ ഒരു അഴിമതി ആരോപണം നിയമസഭാ തലത്തിൽ ഉന്നയിച്ച ആളാണ് PV അൻവർ. അത്തരം പ്രശ്നങ്ങളൊക്കെ നിലനിൽക്കുന്നുണ്ടായിരുന്നു. എന്നാൽ പുതിയ സാഹചര്യത്തിൽ രാഷ്ട്രീയം മാറുകയാണ്. PV അൻവറിനോട് ഉള്ള മനോഭാവം മാറ്റിക്കൊണ്ട് അദ്ദേഹത്തെ UDFിൽ ഉൾപ്പെടുത്തുന്ന കാര്യത്തിൽ ലീഗ് അടക്കമുള്ള കക്ഷികൾ മുന്നോട്ട് വരും. 16 സീറ്റുള്ള ജില്ലയാണ് മലപ്പുറം. അവിടെ ഇപ്പോൾ തന്നെ 4 സീറ്റ് LDFിനുണ്ട്. പെരിന്തൽമണ്ണയും മങ്കടയും ഒക്കെ തന്നെ നേരിയ ഭൂരിപക്ഷത്തിന് UDF ജയിക്കുന്ന സ്ഥലമാണ്. അപ്പോൾ PV അൻവറിന്റെ കൂടി പിന്തുണ വരുമ്പോൾ അത് UDFിന് അവിടെ ശക്തി പകരും എന്ന കണക്കൂട്ടലാണ് ലീഗിനും UDFിലെ മറ്റ് ഘടകകക്ഷികൾക്കുമുള്ളത്. അതുകൊണ്ടാണ് അൻവറിന് അനുകൂലമായ ഒരു മനോഭാവത്തിലേക്ക് V.D. സതീശൻ അടക്കം വരുന്നത്. UDF യോഗത്തിലെ ചർച്ചകൾക്ക് വിധേയമായിട്ടായിരിക്കും തീരുമാനം. എന്തായാലും അൻവറിന്റെ UDF പ്രവേശനം ഇനിയൊരു അടഞ്ഞ അധ്യായമല്ല, അതിന്റെ വാതിലുകൾ തുറന്നിരിക്കുന്നു എന്ന് തന്നെ പറയാം. അതാണ് UDF പ്രവേശത്തിന് അൻവർ UDFിലേക്ക് എന്നുള്ള തരത്തിൽ ഒരു ഉപാധികളുമില്ലാതെ ഒരു സാധാരണ പ്രവർത്തകനായി താൻ ഇരിക്കാൻ തയ്യാറാണ് എന്ന് പറയുമ്പോൾ എന്താണ് ഇനി കോൺഗ്രസിന്റെ ഭാഗത്തുനിന്ന് വരാനുള്ള നിലപാട് എന്നുള്ളതാണ് വളരെ നിർണായകമാകുന്നത്. വളരെ പ്രധാനപ്പെട്ട മറ്റൊരു വാർത്ത.